ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് 23 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഏറ്റവും ആദ്യകാലത്ത് ആൽക്കഹോളിസമായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും ആൽക്കഹോളിസം വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ആൽക്കഹോൾ അഡിക്ഷൻ മാത്രമായിരുന്നു അന്നത്തെ അഡിക്ഷൻ്റെ ഏറ്റവും മേജർ ചങ്ക്. പിന്നെ ഒരു ലെസ് ദാൻ 10% മാത്രമേ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ വരാറുണ്ടോ. അന്ന് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ്, അതുപോലെ ബ്രൗൺ ഷുഗർ, അങ്ങനെ കൊക്കൈൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച്, അല്ലെങ്കിൽ കഞ്ചാവ്, ഇങ്ങനെയുള്ള ഒരു കുറച്ച് ആളുകൾ ഇതിങ്ങനെയൊക്കെ അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫോക്കസ് എപ്പോഴും പൂർണ്ണമായിട്ടും തന്നെ ഈ ആൽക്കഹോളിസത്തിൽ തന്നെയായിരുന്നു. പക്ഷേ ഗ്രാജുവലി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ സിനാരിയോയിലൊരു വലിയ മാറ്റം ഉണ്ടായി. ഇപ്പോൾ ആൽക്കഹോളിസം പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ വരുന്നത് മറ്റ് ഡ്രഗുകളാണ്. അതൊരു കാലത്ത് കഞ്ചാവായിരുന്നു വളരെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പം രാസലഹരികൾ എന്ന് പറയുന്ന പുതിയ സിന്തറ്റിക് ഡ്രഗുകൾ വലിയ അളവിൽ ആളുകളുടെ ഇടയിൽ സ്ഥാനം പിടിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസുമായിട്ട് ആളുകൾ വരാൻ തുടങ്ങി.